ഇപ്പോഴിതാ ഒരു വലിയൊരു വാർത്ത പുറത്തു വരികയാണ്. ഇന്ത്യയെ അമേരിക്കയ്ക്ക് മുമ്പിൽ മുട്ടുമടക്കിയെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്ന കേരളത്തിലെ മാപ്രകൾ അഥവാ മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരാത്തത് എന്നുള്ളൊരു വലിയ ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ആ വാർത്ത? അതായത് അമേരിക്ക പ്രസിഡന്റ് പറയുന്നതാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി കേൾക്കുന്നത് എന്ന് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഇന്ത്യക്ക് വ്യാപാര കരാറിൽ വലിയ അപ്പർ ഹാൻഡ് കിട്ടിയിട്ടും പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ. ഇലക്ഷൻ എടുത്തിട്ടാണ് ഇത് പറയുന്നതെങ്കിലും ഇപ്പോഴിതാ വരുന്ന വാർത്ത ഇന്ത്യയും UK-യുമായി ഒപ്പുവെച്ച കരാറുമായി ബന്ധപ്പെട്ട് UK-യിൽ അടി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. UK-യിലെ ഇപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു പറയുകയാണ് ഈ കരാർ എന്ന് പറയുന്നത്, അതായത് UK ഇന്ത്യ കരാർ എന്ന് പറയുന്നത് നേട്ടം, ലോട്ടറി അത് ഇന്ത്യക്കാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് അവർ പറയുകയാണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ ഒപ്പുവെച്ച മദർ ഓഫ് ഓൾ ഡീൽസിനും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രഖ്യാപിച്ച ഫാദർ ഓഫ് ഓൾ ഡീൽസിനും മുമ്പേ യാഥാർത്ഥ്യമായ ഒരു കരാറാണ് ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ എന്ന് പറയുന്നത്. UK-യിൽ ഇപ്പോൾ ഇതിനെതിരെ പാർട്ടി ഭേദം മന്യെയാണ് പ്രതിഷേധം ഉണ്ടായിരിക്കുന്നത്. ബ്രിട്ടനിലെ ഹൗസ് ഓഫ് കോമൺസിൽ നടന്ന ചർച്ചയിൽ കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ കരാറിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. ഈ കരാർ കൊണ്ട് ബ്രിട്ടൻ ഒരു നേട്ടവുമില്ല, എന്നാൽ ഇന്ത്യക്ക് ഇത് ലോട്ടറിയാണെന്നാണ് കൺസർവേറ്റീവ് പാർട്ടി അംഗങ്ങൾ വിമർശിച്ചത്. സാമ്പത്തിക വ്യാപാര സന്തുലനം ഉറപ്പാക്കാത്ത ഡീലാണിത്. ബ്രിട്ടനിലെ തൊഴിലോ ബിസിനസ്സോ ഈ കരാർ കൊണ്ട് സുരക്ഷിതമല്ലെന്നും അതേസമയം ഇന്ത്യയിൽ വലിയ സമൃദ്ധിയാണ് ഈ കരാർ കൊണ്ട് ബ്രിട്ടൻ കാരണം ഉണ്ടാകാൻ പോകുന്നതെന്നുമാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. കൺസർവേറ്റീവ് MP ആയിട്ടുള്ള ആൻഡ്രൂ ഗ്രിഫിത്ത് അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ രസകരമായിട്ടുള്ള വാക്കുകളിലൂടെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ആൻഡ്രൂ ഗ്രിഫിത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രസകരമായിട്ടുള്ള വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നല്ല വിന്താലു, അതായത് എരിവുള്ള കറി, അതിനെയാണ് വിന്താലു എന്ന് പറയുന്നത്. നല്ല വിന്താലു ആണ് ഇന്ത്യയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിച്ചത്, പക്ഷേ കിട്ടിയത് വെറും നനഞ്ഞ പടക്കമായി പോയി. ഗ്രിഫിത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: ഇന്ത്യ UK സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യക്ക് മാത്രമാണ് അനുകൂലം എന്നും ഗ്രിഫിത്ത് ഇതിനെ വിമർശിക്കുന്നുണ്ട്. ഗ്രിഫിത്തിന്റെ വാക്കുകളെ അതേ നാണയത്തിൽ വ്യാപാര മന്ത്രി ക്രിസ് ബ്രയന്റ് തിരിച്ചടിച്ചു. ബ്രിട്ടീഷ് കമ്പനികൾ ഈ ഡീലിനെ കാണുന്നത് നല്ല സ്വാദൂറും തന്തൂരിയായാണെന്നാണ് ബ്രയന്റ് പറയുന്നത്. ഇന്ത്യ വളർന്നു വരുന്ന ഉപഭോക്തൃ വിപണിയാണ്. 2050 100 കോടിയിലധികം ഉന്നത വരുമാനക്കാരായ ഉപഭോക്താക്കളുള്ള രാജ്യമാകും ഇന്ത്യ. ബ്രിട്ടീഷ് കമ്പനികളെ കാത്തിരിക്കുന്നത് ശോഭനമായിട്ടുള്ള ഭാവിയാണെന്നും മന്ത്രി പറയുന്നു. ഇന്ത്യയിൽ നിന്ന് കുറഞ്ഞ വിലയുള്ള ഉൽപ്പന്നങ്ങളുടെ കുത്തൊഴുക്കുണ്ടാകുന്നത് ബ്രിട്ടീഷ് കമ്പനികളുടെ വരുമാനത്തെ ബാധിക്കുമെന്നാണ് ഡീലിനെതിരെ ഉയരുന്ന മറ്റൊരു വിമർശനം. പല തൊഴിൽ മേഖലകളിലും കുറഞ്ഞ വേതനത്തിന് ഇന്ത്യക്കാരെ നിയമിക്കാൻ ഈ ഡീൽ വഴി കഴിയും. ഇത് ബ്രിട്ടീഷ് പൗരന്മാരുടെ ജോലി സാധ്യതയെ ബാധിക്കുമെന്നും ആൻഡ്രൂ ഗ്രിഫിത്ത് വീണ്ടും കുറ്റപ്പെടുത്തി. മറ്റൊരു രാജ്യത്തിനുമില്ലാത്ത ആനുകൂല്യമാണ് സ്വതന്ത്ര വ്യാപാര കരാർ വഴി ബ്രിട്ടൻ ഇന്ത്യക്ക് കൊടുത്തതെന്ന് കൺസർവേറ്റീവ് MP കാറ്റി ലാം, ലേബർ MP ഇക്ബാൽ മുഹമ്മദ് തുടങ്ങിയവരും വിമർശിച്ചു. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഇന്ത്യയും UK-യും സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പുവെച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളം.